നിങ്ങൾ ഇങ്ങനെ തന്നെ പോകണം. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇപ്പൊ തന്നെ കഴിഞ്ഞ 5-6 കൊല്ലമായിട്ടുള്ള ഞാൻ സംസാരിച്ചോട്ടെ സർ. ഞങ്ങളുടെ കാര്യം നിങ്ങളുടെ MLA പറഞ്ഞപ്പോ അങ്ങ് എഴുന്നേറ്റ് ഇത് പറഞ്ഞില്ലല്ലോ. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം എങ്ങനെ കിട്ടിയതെന്നും ഞങ്ങളുടെ മുഖ്യമന്ത്രി തർക്കത്തെ കുറിച്ചൊക്കെ LDF അംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചപ്പോ ഞാൻ എന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പ്രകോപിതനായില്ലല്ലോ. ഞാൻ പ്രകോപിതനായില്ല, ഞാനത് ചിരിച്ചുകൊണ്ട് കേട്ടോണ്ടിരുന്നു. സാർ, ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് നിങ്ങളുടെ LDF അംഗങ്ങൾ സംസാരിച്ചാൽ തിരിച്ചു മറുപടി കിട്ടും. അത്രയേ ഉള്ളൂ. പറയുന്നത് അങ്ങാണ്. അങ്ങെന്ന് പറഞ്ഞാൽ VD സതീശൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഞാനിവിടെ ഇരിക്കുന്നത് പ്രതിപക്ഷ നേതാവായിട്ടാണ്. അങ്ങ് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. ആ മറുപടിയാണ് ഞാൻ പറയുന്നത്. ഞാനത് അപ്പുറത്തുള്ള അംഗങ്ങൾ സംസാരിച്ചതിന്റെ മറുപടി പറയാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. എന്റെ പാർട്ടിയെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് എന്റെ പാർട്ടി, എന്റെ മുന്നണിയാണ്. എന്റെ പാർട്ടിയെ കുറിച്ചും എന്റെ മുന്നണിയെ കുറിച്ചും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. സാർ ഇവിടെ ഗവർണറുമായിട്ടുള്ള പ്രശ്നം പറഞ്ഞു. ഗവർണർ ആദ്യമായിട്ടാണ് ഇഷ്ടമുള്ള വൈസ് ചാൻസലർ വയ്ക്കുന്നത്. ഗവർണർ ആദ്യമായിട്ടാണ് സെനറ്റിലേക്ക് സ്വന്തം അംഗങ്ങളെ ചേർക്കുന്നത്. ആദ്യമായിട്ട് അല്ലല്ല, കേരളത്തിൽ ആദ്യമായി. ബഹളം ഉണ്ടാക്കല്ലേ? കേരളത്തിൽ ആദ്യമായി ഗവർണർ. ഞങ്ങൾ അതിനെ എതിർത്തു. അങ്ങ് ബഹളം ഉണ്ടാക്കല്ലേ? ഞങ്ങൾ അതിനെ ശക്തിയായി എതിർത്തു. ഗവർണറെ പ്രത്യേകമായ യോഗം ലോക്ഭവനിൽ വിളിച്ചപ്പോ ഞങ്ങള് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസ്. അപ്പൊ ഗവർണറുടെ സെക്രട്ടറി കത്തയച്ചു. അത് തൃപ്തികരമല്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഗവൺമെന്റിന്റെ ഡിസ്പ്ലഷർ, അതൃപ്തി പ്രകടിപ്പിച്ച് തിരിച്ച് കത്തയച്ചു. ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഭാവിയിൽ പ്ലീസ്, അങ്ങക്ക് ശബ്ദം കൂടുതലാണ്, പക്ഷെ വേണ്ട ബഹളം. ഞാൻ പറയട്ടെ, ഞങ്ങൾ അയച്ചു. പിന്നെ ഞങ്ങളിത് VB റാംജിയിലെ 40 ഈ ബജറ്റിൽ ഒരിടത്തും കാണില്ല എന്ന് പറയല്ലോ കേന്ദ്രത്തിനെതിരായിട്ട്, ഇല്ലേ? ഓരോ വിഷയത്തിലല്ലേ പറയേണ്ടത്. VB റാംജി കേസ് വന്നപ്പോ അതില് ഇതുവരെ ഉണ്ടാകാത്ത കോൺട്രിബ്യൂഷൻ കൊടുക്കണം, 40% ആക്കണമെന്ന് പറഞ്ഞു. 10,000 കോടി രൂപയോളം, 2,500-3,000 കോടിയോളം വരികയാണ്. അവിടെ ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു ഗവൺമെന്റ് വന്ന ഉടനെ തന്നെ കേന്ദ്രവുമായി യുദ്ധപ്രഖ്യാപനം, ഞങ്ങൾ അതിനൊന്നുമില്ല. തെറ്റായ കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ചെയ്താൽ ഞങ്ങൾ സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് അതിനോടില്ല, എല്ലാ കാര്യത്തിലും ഞാൻ വഴങ്ങുന്നില്ല. ഞങ്ങൾ സംസാരിക്കും. ഞങ്ങൾ അതിനെതിരായിട്ട് ഞങ്ങൾ നിലപാടെടുക്കും. തെറ്റായ, അതായത് കോപ്പറേറ്റീവ് ഫെഡറലിസത്തിനെതിരായി, ഈ ഗവൺമെന്റിനെതിരായി കേന്ദ്ര ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കുമ്പോൾ ഞങ്ങൾ അതിനെതിരായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കും. ഞങ്ങൾ എല്ലാ ദിവസവും ഓരോ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ, വൈറ്റ് പേപ്പറിൽ, ബഡ്ജറ്റിൽ എല്ലാ ദിവസവും കേന്ദ്രത്തിനെതിരായി യുദ്ധപ്രഖ്യാപനം. അതല്ല ഞങ്ങളുടെ സമീപനം, അതല്ല. തെറ്റ് പറഞ്ഞാൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. നിങ്ങളുടെ നയമല്ല ഞങ്ങളുടെന്ന് നിങ്ങൾ തർക്കിക്കണ്ട. നിങ്ങളുടെ നയമല്ല ഞങ്ങളുടേത്. ഞങ്ങളുടേത് വ്യത്യസ്തമായ നയവും ഞങ്ങളുടെ വ്യത്യസ്തമായ സമീപനമാണ്. ഇനി ഒരു കാര്യം കൂടി, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കാരണം ലിക്കറിന് ടാക്സ് കൂട്ടി, കുറച്ച് ടാക്സ് ഏർപ്പെടുത്തി ബർക്കാഡി കമ്പനിയുമായി ഏർപ്പെട്ടിട്ടാണ് മുഖ്യമന്ത്രി ഇത് ചെയ്തത്. എന്തെല്ലാം ആരോപണമാണ്, എത്ര കിട്ടി അല്ലേ? ഞാൻ പറഞ്ഞുതരാം എത്ര കിട്ടിയെന്ന്. ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഈ പരിപാടി തുടങ്ങിയെന്നറിയോ? അതായത് 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് മെയ് 20. 6 മാസത്തിനകം ഇപ്പൊ എനിക്കെതിരായിട്ട് പറഞ്ഞ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയാണ്. ആദ്യത്തെ നോട്ടാണ്. ഗണ്യ കാണുക. അന്നത്തെ എക്സൈസ് മന്ത്രി പറയാണ്, ബർക്കാഡി ഇന്ത്യ, SDF ഇൻഡസ്ട്രീസ് എന്നിവ നൽകിയ അപേക്ഷകളും സമാനമായ മറ്റ് അപേക്ഷകളും ഒരുമിപ്പിച്ച് ഖണ്ഡികയിൽ പറഞ്ഞത് പ്രകാരം വീര്യം കുറഞ്ഞ മദ്യത്തിന് വ്യക്തമായ നിർവചനം നൽകി വിശദമായ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കുക. ആരാണ് ബർക്കാഡി കമ്പനിയായിട്ട് സംസാരിച്ചത്? ആരാ ബർക്കാഡി കമ്പനിയായിട്ട് ആദ്യമായി സംസാരിച്ചത്? ഇനി കേട്ടോ. അല്ലല്ല രണ്ടാമത്തെ ബർക്കാഡി. രണ്ടാമത്തെ ആരോപണം എന്താ? രണ്ടാമത്തെ ആരോപണം എന്ന് പറയുന്നത്, ഈ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ഇറങ്ങിയാൽ, ഇപ്പോഴും പറഞ്ഞു, യുവതലമുറയെ മുഴുവൻ നശിപ്പിച്ചു കളയും. യുവതലമുറ ഇല്ലാതാവും. സ്ത്രീകളും കുട്ടികളും ആവും. 31/3/2022 ആ സർക്കാരിന്റെ മദ്യനയം, അതിലെ ഐറ്റം 25, ഏത് LDF സർക്കാരിന്റെ ഉദയഭാനു കമ്മീഷന്റെ ശുപാർശയിൽ
വീര്യം കുറഞ്ഞ മദ്യം പ്രോത്സാഹിപ്പിക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സംസ്ഥാനത്ത് 20% വരെ വീര്യമുള്ള മദ്യം ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കും. തീരുമാനിച്ചാണ് കേട്ടാ. അതായത് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ഇറങ്ങിയാൽ അപകടമാണ് എന്ന് പറഞ്ഞ സർക്കാരിന്റെ മദ്യനയം. ഇനി 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 കേട്ടോ, രണ്ടാമത് വന്ന കേട്ടോ, മുഴുവൻ കേക്ക്, ബഹളമൊന്നും ഉണ്ടാക്കണ്ട, മുഴുവൻ കേക്ക്. മൂന്നാമത് അന്നത്തെ എക്സൈസ് മന്ത്രി ഇവിടെ പറഞ്ഞ ഉത്തരം, അസംബ്ലിയിൽ പറഞ്ഞ ഉത്തരം, ബക്കാഡി ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനം അവരുടെ ഉൽപ്പന്നങ്ങളായ ബക്കാഡി, ബ്രീസർ, ബക്കാഡി പ്ലസ് എന്നീ ലഹരി പാനീയങ്ങൾ കേരളത്തിൽ വിൽപ്പന നടത്തുന്നതിന് അനുമതിക്ക് അപേക്ഷ സമർപ്പിച്ചിരുന്നു. ബക്കാഡി ബ്രീസറിൽ 4.8 പ്ലസിൽ 8% ആൽക്കഹോളാണ് അടങ്ങിയിരിക്കുന്നത്. 2022-23 വർഷത്തിലെ മദ്യനയത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രകാരം 0.5 മുതൽ 20 വരെയുള്ള ആൽക്കഹോൾ കണ്ടന്റുള്ള മദ്യം വിപണനം നടത്തുന്നതിന് വിദേശ മദ്യ ചട്ടത്തിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഫോറിൻ ലിക്കർ റൂൾസിൽ അമെന്റ്മെന്റ് നടത്തി. ഫോറിൻ ലിക്കർ റൂൾസിൽ ചട്ടത്തിൽ അമെന്റ്മെന്റ് നടത്തി. അമെന്റ്മെന്റ് നടത്തി. ഇനി ഞാൻ പറയട്ടെ, ലെറ്റ് മീ കംപ്ലീറ്റ്. ഇനിയുണ്ട്, രസകരമായ കാര്യങ്ങളുണ്ട്. അമെന്റ്മെന്റ് നടത്തി. അത് കഴിഞ്ഞിട്ട് ബക്കാഡി ചോദിച്ചു, അത് ബിയറിനും വൈനിനും ഇടയ്ക്കുള്ള ഒരു സംഭവം വേണമെന്ന്. അപ്പോൾ ബിയറിന്റെ ടാക്സ് എന്ന് പറയുന്നത് 116%, വൈനിൻ്റെത് 86%. ഇതിന്റെ ഇടയിൽ ഒരു ടാക്സ്, അതിന്റെ കൊടുത്തില്ല. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി. അല്ല കേക്ക്, ഞാൻ പറഞ്ഞില്ലല്ലോ, കൊടുത്തെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എല്ലാമായി അതിന്റെ നടപടിക്രമങ്ങൾ ഫയലായി. ഇലക്ഷൻ ആയതുകൊണ്ടാണ് കൊടുക്കാറുള്ളത്. ഇനി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.